വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമേ തന്നെ എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഗ് ഫേസ് മാസ്ക് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു ഫേസ് മാസ്ക് ആണ് എഗ് ഫേസ് മാസ്ക്. അപ്പം അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് എഗ്, ബ്രൂ കോഫി പൗഡർ, ഏതെങ്കിലും ഒരു കോഫി പൗഡർ, ഇത് രണ്ടുമാണ് വേണ്ടുന്നത്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഫേസ് മാസ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടുന്നത് മുട്ട, അതുപോലെ തന്നെ കോഫി പൗഡർ. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും ട്രൈ ചെയ്യാം കേട്ടോ. എൻ്റെ ഇപ്പോൾ ഇതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇതെടുത്തത്. ഒരു പാത്രത്തിലേക്ക് നമ്മൾ മുട്ടയുടെ വെള്ളം മാത്രം പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. വെള്ളയിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇത് ചെറിയ സ്പൂണാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനൊരു 1.5 ടീസ്പൂൺ കൊടുക്കുന്നുണ്ട്. ടീസ്പൂൺ അല്ല, 1.5 സ്പൂണ്. ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ്. അതിനുശേഷം ഇതിങ്ങനെ നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഞാനെടുത്ത കോഫി പൗഡർ കുറച്ച് വലിയ തരിയായിരുന്നു, അതുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ ഫേസിൽ നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ നമ്മുടെ ഫേസിൽ ഒരു 2-3 പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കവളിൽ നമ്മൾ നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. പക്ഷേ നമ്മൾ എപ്പോഴും വിട്ടു പോകുന്നൊരു ഭാഗമുണ്ട്, നമ്മുടെ മൂക്ക്, അതുപോലെ താടി, അവിടെ നമ്മൾ നല്ലതുപോലെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് നമ്മൾ ഏത് ഫേസ് പാക്ക് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ ഫേസിൽ നമ്മളത് നല്ലതായിട്ട് അപ്ലൈ ചെയ്യണം. അതിനുശേഷം ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ 1 വീക്ക് മുമ്പ് ഇതൊന്ന് ചെയ്തായിരുന്നു. അപ്പം ഞാൻ ഈ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടായിരുന്നു ഫേസിൽ ഒട്ടിച്ചത്. അപ്പോൾ പിന്നെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മുടെ ഫേസ് ഫുള്ള് കവറാകത്തക്ക രീതിയിൽ നമ്മൾ നല്ലതായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഈ ടിഷ്യൂ പേപ്പർ ഫേസിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു പേസ്റ്റ് നമ്മുടെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യണേ. ഈ ടിഷ്യൂ പേപ്പർ ഫുള്ള് കവറാകത്തക്ക രീതിയിൽ നമ്മുടെ ഫേസിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മളിത് ഉണങ്ങുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് ഉണങ്ങാൻ നല്ല ടൈം എടുക്കുമേ. എനിക്ക് ഏകദേശം ഒരു 45 മിനിറ്റോളം എടുത്തു കേട്ടോ നല്ലതായിട്ട് ഡ്രൈ ആകാൻ. ഈ ഫേസ് മാസ്ക് നമ്മുടെ ടിഷ്യൂവിൻ്റെ മുകളിൽ കൂടി അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഉണങ്ങുന്നതിന് കുറേയധികം ടൈം എടുക്കുമല്ലോ. ആ ടൈമിൽ നമ്മൾ മാക്സിമം സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. സംസാരിക്കല്ലേ. ഈ ടിഷ്യൂ പേപ്പർ നല്ലതായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളിത് നമ്മുടെ ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യണേ. റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പെയിൻ ഉണ്ടായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ ഫേസിൽ ചെറിയ ഹെയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂട്ടത്തിലിങ്ങ് പോരും. അപ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടായിരിക്കും. ഈ മാസ്ക് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ ഫേസിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു ചെറിയ ഹെയറും, അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും. എൻ്റെ നോസിൽ നല്ലതായിട്ട് വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരുന്നു, അത് നല്ലതായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഫേസൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. നല്ല തൊടുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല പഞ്ഞിയിൽ തൊടുന്നതിൻ്റെ കൂട്ടിയിരിക്കുന്നത് നല്ല സ്മൂത്തായി, നല്ല രസമുണ്ട് കേട്ടോ ഫേസിൽ തൊടാൻ. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ചെറിയൊരു മുട്ടയുടെ ഒരു സ്മെല്ല് കാണും. അത് സാരമില്ല. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് നല്ല സ്മൂത്തായിട്ടിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ആ മുട്ടയുടെ സ്മെല്ലെല്ലാം മറന്നു. അത് വാഷ് ചെയ്യുമ്പോൾ ആ സ്മെല്ലങ്ങ് പോകും. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ.